ഓപ്പൺ ചെയ്യാൻ പോകുന്ന വെൽക്കം കിറ്റ്. അതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് അറിയത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഒന്നുമില്ല. ഒരു ഐഡിയ ഉണ്ടായിരുന്നു, ഒരു ചെറിയ ഐഡിയ ഉണ്ട് എന്തൊക്കെയായിരിക്കും എന്നൊക്കെ. ഒരു ഗണ്ണി ബാഗിലാണ് കേട്ടോ തന്നേക്കുന്നത്. ഗണ്ണി ബാഗ് ഒരു നല്ല പാക്കേജാണ്. ലൈക്ക് ഈ പാക്കിങ് ഒരു രസമുണ്ട്, ഭയങ്കര സേഫായിട്ട്. ഈ റൂം അവർ തന്നെ തന്നിരിക്കുന്ന അക്കോമഡേഷനാണ്. അപ്പം അതും ഭയങ്കര അടിപൊളിയാണ്. ഇപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് കാണാൻ അറിയത്തില്ല, അത്യാവശ്യം നല്ല കോസി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിലാണ് തന്നിരിക്കുന്നത്. നമുക്ക് വേറെ എന്തെങ്കിലും വെപ്പൺസ് കൊണ്ടുവരാനുണ്ടോ എന്ന് നോക്കട്ടെ. വെപ്പൺസ് ഉണ്ടെങ്കിൽ നടക്കും. ശരിക്കും പറഞ്ഞാൽ എൻ്റെ കയ്യിൽ അങ്ങനത്തെ വലിയ നല്ല വെപ്പൺസ് ഒന്നുമില്ല. എയർപോർട്ടിൽ എൻ്റെ കയ്യിൽ ഒരു സിസർ ഉണ്ടായിരുന്നു, ഒരു കത്രിക ഉണ്ടായിരുന്നു. പക്ഷെ ആ കത്രിക എയർപോർട്ടിൽ എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് അറിഞ്ഞോട്. ഇതൊക്കെയാണ് ഇതിനകത്തുള്ളത്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനകത്തുനിന്ന് മാറ്റിയിട്ട് നമ്മൾ എടുക്കുന്നത് ഇതാണ് അവരുടെ വെൽക്കം കിറ്റ്. കാണുന്നില്ലേ? മക്കളുണ്ടത്. സോ ഇതിനകത്ത് എന്തൊക്കെയുള്ളത്? ഒരു മൗസ് പാഡാണ്, കുറച്ച് അംബിഷൻ റിയലൈസ്ഡ്. അതവരുടെ ബേസിക് അവരുടെ ഏറ്റവും വലിയ പോയിന്റ്സാണ് അംബിഷൻ റിയലൈസ്ഡ് എന്നുള്ളത്. എന്നുവെച്ചാൽ അവരുടെ ഒരു മോട്ടീവായിട്ട് പറയുന്ന കാര്യമാണ്. ഒരു എൻവലപ്പ് ഉണ്ട്. ഇതിനകത്ത് നമ്മൾ എടുക്കുന്ന വീഡിയോസും കാര്യങ്ങളും ഒക്കെ അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ടാണ്. വീഡിയോസ് യൂസ് യുവർ ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ ആൻഡ് ക്ലിക്ക് സെൽഫീസ് അപ്ലോഡ് വിത്ത് റീഇൻവെന്റ് വേൾഡ് ആൻഡ് ടാഗ് വിപ്രോ കരിയേഴ്സ്. ഫ്രീ ആയിട്ട് അന്നേരം ഒരു അഡ്വർടൈസ്മെന്റ് ആകുമല്ലോ. സ്കാൻ ഇത് പിന്നെ ചെയ്യാം. ഇതിനകത്ത് നമ്മൾ ശരിക്കും എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ QR കോഡ് സ്കാൻ ചെയ്തിട്ട് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഇതിനകത്ത് തന്നെ വയ്ക്കാം. വേറെന്താ വെച്ചാൽ ഒരു ഇറ്റ്സ് വെരി ലൈക്ക് സ്വീറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു പെറ്റൽസ് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. മണമുണ്ട് കേട്ടോ, ഇത്തിരി നല്ല മണമുണ്ട്. ഒരു ചന്ദനത്തിരിയുടെയൊക്കെ മണമുള്ള പോലത്തെ ഒരു സാധനം. സൂപ്പർ. പിന്നെ വിപ്രോയുടെ തന്നെ ഒരു പേന. ഇതാണ് എനിക്കിഷ്ടമാണ് ഇങ്ങനെ ഷാർപ്പ് പോയിട്ടുള്ള പേന. അപ്പം എൻ്റെ ഒരു ടേസ്റ്റിന് അനുസരിച്ചിട്ടുള്ളൊരു സാധനമാണ് നോക്കുന്നത്. ഈ ഷാർപ്പായിട്ടുള്ള പേന. അത് ഇങ്ങനെ മാഗ്നറ്റിക് ആണ്. ഇത് തന്നെ ഇതിനകത്ത് തന്നെ സ്റ്റിക്ക് ആവും. പിന്നെ അവർ തന്നിരിക്കുന്നത് ഇതിനകത്ത് നിറയെ ഇങ്ങനത്തെ പെറ്റൽസ് ഇട്ടിട്ടുണ്ട്. സോ ഒരെണ്ണമല്ല, ഇങ്ങനെ പർപ്പിളും പിങ്കും കളറിൽ പെറ്റൽസ് ഇങ്ങനെ പെറ്റൽസ്, നല്ല മണമുള്ള പെറ്റൽസ്. ഇതിനിടയിൽ ഇങ്ങനെ തടസ്സമായിട്ട് വെച്ചിരുന്നൊരു സാധനം. പിന്നെ നമുക്കൊരു ഡയറി തന്നിട്ടുണ്ട്. ഇതും നല്ല രസമുണ്ട്. ഇതൊരു കൊച്ചു ഡയറിയാണ്. സോ ഈ വർഷത്തെ
കാലണ്ടർ ഒക്കെ ഉണ്ട്. അപ്പം ഇവരുടേത് ഇങ്ങനെ പ്ലാൻ ചെയ്യാനൊക്കെ ആയിട്ട് തന്നേക്കുന്നതെന്ന് തോന്നുന്നു. നല്ലൊരു ഡയറിയാണ്. എനിക്ക് ബേസിക്കലി ഡയറി ബുക്കിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. ഇത് അങ്ങനത്തെ ഒരു സാധനമാണ്, ഒരു അടിപൊളി സാധനം. ഇതെന്താണെന്ന് അറിയില്ല, ഒരു സർപ്രൈസ് ഇത് സാധനമാണ്. 5 ഹാബിറ്റ്സ് ബീങ് റെസ്പെക്ട്ഫുൾ എന്ന് പറഞ്ഞിട്ടൊരു ഇതെന്താ എനിക്കറിയില്ല, വോളിൽ സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്ന സാധനമാണെന്ന് തോന്നുന്നു. ബീങ് റെസ്പോൺസീവ്, always communicating, demonstrating viewership, building trust. ഇതെല്ലാം നമുക്ക് തന്നേക്കുന്ന അഡ്വൈസ് പോലത്തെ സാധനമാണ്. ലൈക്ക് ഫോളോ ചെയ്യേണ്ട എത്തിക്സ്, അവരുടെ കമ്പനി എത്തിക്സ് ആണ്. അത് അവർ ഷെയർ ചെയ്തേക്കുന്നത് കേട്ടോ. ഇതെനിക്ക് നല്ല ഇഷ്ടമായി. നമുക്ക് എന്ത് ഉപയോഗിക്കുന്ന അറിയത്തില്ല, പക്ഷെ അത് കാണാൻ രസമുണ്ട്. എനിക്കിങ്ങനത്തെ കൊച്ചു കൊച്ചു സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. പിന്നൊരു വാട്ടർ ബോട്ടിൽ, അതും വിപ്രോയുടെ പേര് എഴുതിയ വാട്ടർ ബോട്ടിലാണ്. കാണാൻ നല്ലൊരു ചന്തമുള്ളൊരു സാധനം. സോ ഇറ്റ് ഈസ് ഓൾ ടുഗദർ ഒരു നല്ലൊരു വെൽക്കം കിറ്റാണ്. എനിക്കിതിനകത്ത് ഏറ്റവും ഭയങ്കര അടിപൊളിയെന്ന് ഫീൽ ചെയ്തേക്കുന്നത് ഈ പെറ്റൽസാണ്. ഈ മണമുള്ള പെറ്റൽസ് ഇട്ടേക്കുന്നത്. ഇത് തുറക്കുമ്പോൾ തന്നെ ആ ഒരു ഫ്രാഗ്രൻസ് വരുന്നുണ്ട്. നമുക്കപ്പം ഈ തന്നേക്കുന്ന സാമഗ്രികളെല്ലാം കൂടെ തിരിച്ചു വയ്ക്കാം. എൻ്റെ മൊത്തത്തിലുള്ളതിൻ്റെ ഒരു ലുക്ക് എങ്ങനെയാണെന്ന് ഞാനിത് കാണിച്ചു തരാം. അടച്ചിരുന്ന സാധനമായിരുന്നു ഇത്. ഈ സാധനത്തിനായിരുന്നു ഇത്. എൻ്റെ മിഡിലിൽ വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. എടുത്തപ്പോൾ നല്ല എളുപ്പമുണ്ടായിരുന്നു. അവർ തന്ന പോലെ തിരിച്ചു വയ്ക്കാൻ പറ്റുന്നില്ല. തന്നപ്പോൾ ഇങ്ങനെയായിരുന്നു. താങ്ക് യു വിപ്രോ. നമുക്കിങ്ങനെ പുതുതായിട്ട് നമ്മളൊരു ജോലിക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു കൊച്ചു കൊച്ചു സാധനങ്ങൾ കിട്ടുന്നത് നല്ലതല്ലേ? നമുക്കൊരു ഹാപ്പിനെസ് തരുന്നതായിരിക്കും കിറ്റ്. പിന്നെ ബാഗൊക്കെ തന്നായിരുന്നു, അതൊക്കെ എല്ലാവരും കൊടുക്കുന്നതാണല്ലോ. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഒന്നുമില്ല, നമുക്ക് തിരിച്ചിങ്ങോട്ടേക്ക് വയ്ക്കാം. All about the welcome kit.